Hi guys, welcome back my channel Shafna's World. അപ്പോൾ ഞാൻ ഇന്ന് 4th ഡേ ആണ് ബേബിൻ്റെ ഫുഡ് ബ്ലോഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇത്ര ദിവസം കൊടുത്തിട്ട് ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ബേബീസിന് എടുക്കേണ്ടത്. അപ്പോൾ ഇവർ സ്റ്റാർട്ടിങ്ങിലെ ഫുഡ് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. അപ്പം ഞാൻ ഒരു ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിന് കുരുവൊന്ന് കളഞ്ഞിട്ട് ഒരു കപ്പിൽ ഇട്ടേക്കാം. എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഒരു 10 മിനിറ്റ് സോക്കാക്കിയിട്ട് വെക്കണം. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഹാഫ് ആപ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആപ്പിൾ എടുക്കുക. പിന്നെ ഇത് നല്ലോണം പീലാക്കി എടുക്കണം. പിന്നെ നമ്മൾ വാൾനട്ട് അത് ഒന്നെടുക്കുക, ഒന്നോ അല്ല രണ്ടും എടുക്കുക. നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ വാൾനട്ടും കൂടി കൂട്ടുക. കൂടുതൽ കൂട്ടാൻ പാടില്ല, മാക്സിമം ഒന്നോ രണ്ടോ ഇത്രേ കൂട്ടാൻ പാടില്ല. അപ്പം ഞാൻ ഇതൊന്ന് പീലാക്കി എടുക്കുന്നുണ്ട്. പീലാക്കിയാലാണ് നല്ലത്. അങ്ങനെ ഞാനിവിടെ പീലാക്കി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ ഒന്ന് കളയുന്നുണ്ട്. അങ്ങനെ കളഞ്ഞിട്ടെടുക്കണം. എന്നിട്ട് ഇതിനെ കട്ടാക്കിയിട്ട് കുറച്ച് നല്ല ചെറിയ പീസാക്കുക. ചെറുതല്ല, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ പീസാക്കി എടുക്കണം. നമ്മൾ ഓൾറെഡി ഇവിടെ മധുരത്തിന് ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഡേറ്റ്സ് അവിടെ സോക്കാക്കാൻ വെച്ചപ്പോഴേക്ക് ഇതൊക്കെ ചെയ്തെടുക്കാം. പിന്നെ വാൾനട്ട് നിങ്ങൾ കയ്യിൽ ഇത് എന്തെങ്കിലും ചോപ്പാക്കുന്നുണ്ടെങ്കിൽ ചോപ്പാക്കാം. ഞാനിങ്ങനെ കയ്യിൽ ചെറുതായിട്ടൊന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇത് മിക്സിയിൽ അരഞ്ഞും കിട്ടും പെട്ടെന്ന്. ഇനി ഇതുപോലെ ആക്കിയെടുക്കുക. നിങ്ങൾ ഇതാണ് കുറച്ചും കൂടി ഈസി, പെട്ടെന്നാവും. അപ്പം ഞാൻ ഇവിടെ കട്ടാക്കിയ ആപ്പിൾ, പിന്നെ ചെറുതായിട്ട് കട്ടാക്കിയ വാൾനട്ട്, പിന്നെ ഒരു ഡേറ്റ്സ് നിങ്ങൾക്ക് കൂട്ടുന്നെങ്കിൽ കൂട്ടുക. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ എടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം വെക്കുക. പിന്നെ അതിലൊരു ചെറിയ പാത്രം കൂടി വെച്ച് അതിൻ്റെ അകത്ത് ഫസ്റ്റ് വെള്ളം ഒഴിക്കാം. പിന്നെ അതിൽ ഈ ആപ്പിൾ വിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം ആപ്പിൾ. അപ്പോൾ സ്റ്റീമറൊക്കെ കുറച്ച് പാടായതിനെ കൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അത് കുറച്ച് ആപ്പിളില്ലതിനെ കൊണ്ട് നമ്മൾ ചെറിയ പാത്രം വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇത് 15 മിനിറ്റ് വേവാൻ വെക്കുക. 50 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓൾറെഡി ഇത് വെന്ത് കിട്ടും. അപ്പം നമ്മളൊരു മിക്സി എടുക്കുക. മിക്സിൻ്റെ ചെറിയ ജാറ് മതി. ഈ ആപ്പിളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച വാൾനട്ടും പിന്നെ ഡേറ്റ്സ് കുതിർത്തിയിട്ടില്ല അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിൽ കുതിർത്തിയതിൻ്റെ കുറച്ച് വെള്ളമുണ്ട്, അതും കൂടി ആഡാക്കി കൊടുക്കാം. മൈൽഡ് പേസ്റ്റ് പോലെ ആക്കി നമ്മൾ ഇതുപോലെ എടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് വേറൊരു കപ്പിലേക്ക് മാറ്റിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഹാഫ് ആപ്പിൾ എടുത്തതിനെ കൊണ്ട് ഇത് ഹാഫ് കപ്പ് പോലും ഉണ്ടാവില്ല, ഒരു 1/4 ഭാഗമേ ഉണ്ടാവുള്ളൂ. അപ്പം വാവനെ ഇങ്ങനെ കിടത്തിയിട്ടില്ല, അത് ബെഡിലാണ് കിടത്തിയിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനെയൊന്നും കിടക്കൂല. അപ്പോൾ ഇന്ന് കിടത്തി. എന്നിട്ട് തല കുറച്ച് ഹൈറ്റിൽ വെക്കണം. ഫസ്റ്റ് നമ്മൾ കഴിക്കാൻ കൊടുത്തിട്ട് നോക്കണം. ഇഷ്ടപ്പെട്ട അവരെല്ലാം ഫുള്ള് കഴിച്ച് തീർക്കും, എല്ലാം കഴിക്കൂല. അങ്ങനെ ഫസ്റ്റ് എന്ത് കൊടുത്താലും കഴിക്കുന്നതിനെ കൊണ്ട് ഇത് ഇങ്ങനെ ട്രൈ ആക്കി വായിൽ വെച്ച് കൊടുത്ത് അപ്പോൾ കഴിച്ച് കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ബാക്കിയും കൂടി ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. കൈ ഇങ്ങനെ ഇതിൽ ആർട്ട് പോലത്തെ ഇതിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ കഴിക്കും, പിന്നെ വായിന്ന് പൂന്നാക്കിയിട്ട് തൊപ്പിയിടും. അങ്ങനെയൊക്കെയാണ്. കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ സമാധാനത്തിൽ കൊടുത്തിട്ട് ഇതാക്കുക. അപ്പോൾ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് ഫുള്ളായിട്ട് തീർത്ത് ഞാനൊരു 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് കൊടുക്കുന്നത്. ഇത് 2-3 സ്പൂണ് കൊടുക്കും. നല്ല ലൂസാണെങ്കിൽ നിങ്ങൾ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ കൊടുക്കും. എന്നിട്ട് ബാക്കി വരുന്ന വെള്ളത്തിൽ കുറച്ചേ കൊടുക്കുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വാവയ്ക്ക് നല്ല ചിരിയാണ്. അപ്പോൾ ഇത്ര ദിവസം കഴിച്ചില്ല, ഇന്ന് നല്ല കഴിച്ചിട്ട് സന്തോഷമായി. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.